നമ്മുടെ നിലമ്പൂർ MLA മിസ്റ്റർ PV അൻവർ ഉന്നയിച്ച പല കാര്യങ്ങളിലേക്കും നമ്മുടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ശ്രദ്ധ തിരിച്ചു വിട്ടതിന്റെ യഥാർത്ഥ കാരണം ആർക്കും പ്രത്യേകിച്ചും അദ്ദേഹത്തിനോടുള്ള വ്യക്തിപരമായ ഇഷ്ടം കൊണ്ടല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച പല കാര്യങ്ങളും ഇന്നത്തെ സമൂഹം നേരിടുന്ന വലിയ ഒരു വെല്ലുവിളിയായിക്കൊണ്ട് ഓരോ കേരളീയ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരുപാട് മനുഷ്യരുടെ മനസ്സിനകത്ത് നീറി പുകഞ്ഞുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങൾ പച്ചയായി അൻവർ വിളിച്ചു പറഞ്ഞപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, നമ്മൾ ഒരു ഇന്ത്യയിൽ ആധാർ സംസ്ഥാനത്തുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിത് പരിശോധിച്ചു. തമിഴ്നാട്ടിൽ, കർണാടക, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ നമുക്ക് കുറെ ബന്ധങ്ങളുണ്ട്. ഹൈദരാബാദ്, ആന്ധ്ര, ഡൽഹി, നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പം ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ എന്താ പറയുക, നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ വലിയ നേതാക്കന്മാരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ്. ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇവിടെ അതിപ്രമാദമായ ഒരു കേസും തെളിയപ്പെടില്ല. ജനങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഇപ്പൊ എന്റെ സ്വന്തം മനസ്സിലുള്ള കാര്യമാണല്ലോ ഇദ്ദേഹം ഈ പറയുന്നത് എന്നുള്ള ഒരു ബോധത്താലാണ്, ഒരു ചിന്തയിലാണ് അൻവറിനെ ഇത്ര ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം പണ്ട് നമ്മൾ സിനിമാ കഥകളിലൂടെ കണ്ടിരുന്ന പല പച്ചയായ സത്യങ്ങളും പരസ്യമായി പത്രസമ്മേളനത്തിലൂടെ പൊതുജനങ്ങളിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ചും ഒന്നും തോന്നിയില്ല. കാരണം അതെല്ലാം സത്യമാണെന്ന് ജനങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ പ്രതികരിക്കുവാനുള്ള ധൈര്യക്കുറവോ അല്ലെങ്കിൽ അവസരം ഇല്ലായ്മയോ ഒരു പ്രശ്നമായിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് എല്ലാം വെട്ടിത്തുറന്നുകൊണ്ട് അൻവർ ഇത് പുറത്തേക്ക് വിളിച്ചു പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ഏതുമാവട്ടെ, സർവ്വ രാഷ്ട്രീയക്കാർക്കും ഉള്ളിൽ നിന്നും അൻവർ പറയുന്ന ആ സംഗതിയോട് ഒരുപാട് താല്പര്യമുണ്ടാകുകയുണ്ടായി. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് രാഷ്ട്രീയമല്ല. ഏതൊരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ ലീഗുകാരനും കോൺഗ്രസ്സുകാരനും മറ്റ് മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതിലുള്ള പ്രവർത്തകർക്കും അൻവർ പറയുന്ന മഹാഭൂരിപക്ഷം സത്യമായ കാര്യങ്ങൾ യഥാർത്ഥമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ എല്ലാവരും എല്ലാ രാഷ്ട്രീയത്തിന്റെയും തലപ്പത്തിരിക്കുന്നവർ ഒന്നാണെന്ന് എത്രയോ കാലം മുന്നേ ജനങ്ങൾക്കറിയാം. പൊതുജനങ്ങളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം മതവിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ട് തെരുവിൽ അടിക്കാനും കുത്താനും കൊല്ലാനും വേണ്ടിയിട്ട് അവർ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇവരെല്ലാവരും സുഖസൗഭാഗ്യങ്ങളിൽ നീരാടിക്കൊണ്ട് അവരുടെ സ്വവസതിയിൽ സുഖസുന്ദരമായിക്കൊണ്ട് ജീവിക്കുകയാണെന്ന് പ്രവർത്തകർക്കറിയാം. പക്ഷേ പടുവിഡ്ഢികളായ പ്രവർത്തകർ റോട്ടിൽ നിന്ന് പോലീസുകാരെ കല്ലെടുത്തെറിഞ്ഞ് അവരുടെ ലാത്തി കൊണ്ട് മണ്ട അടിച്ച് കീറുകയും അതുപോലെ സമരമുണ്ടാക്കിക്കൊണ്ട് കീറാമുട്ടിയായി ഒരുപാട് കേസ് നിലനിന്ന് പോകുകയും ചെയ്യുമ്പോൾ ഇവരുടെ എല്ലാ മക്കൾ വളരെ സുഖിച്ച് വിദേശങ്ങളിലും മറ്റും ബിസിനസ് ചെയ്തും അവിടെ വിദ്യാഭ്യാസം ചെയ്തും സുഖിച്ച് ജീവിക്കുകയാണ്. ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അവർ എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ പല കളവിലും ചതിയിലും വഞ്ചനയിലും എല്ലാം അവർ ഒന്നു ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അവരെല്ലാവരും ഒന്ന് തന്നെയാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. എല്ലാവരും എത്ര പേരാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ, എത്ര ആളുകളാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ കത്തിക്കൊത്തുകൊണ്ട് മരണപ്പെട്ടത്, എത്ര ആളുകളാണ് 50ഉം 60ഉം വെട്ടുകൊണ്ട് മരണപ്പെട്ടത്, എത്ര ആളുകളാണ് തളർന്നു കിടക്കുന്നത്, എത്ര ആളുകളാണ് കേസിൽ കുരുക്കിക്കൊണ്ട് ജയിലിൽ അടക്കപ്പെട്ടത്, ഇപ്പോഴും വിചാരണ പോലുമില്ലാതെ എത്ര ആളുകൾ തടവിൽ കഴിയുന്നു. പൊതുജനങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കുക. ഈ രാഷ്ട്രീയക്കാർ ജനസേവനമെന്ന് പറഞ്ഞുകൊണ്ട് പണം കൊയ്തെടുക്കുമ്പോൾ ജനസേവനത്തിന് വേണ്ടി ഇറങ്ങുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തകർ എന്തിനു വേണ്ടിയാണ് അധികാരത്തിന് വേണ്ടി ഇങ്ങനെ അടിപിടി കൂട്ടുന്നത്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കശപിശ കൂട്ടുന്നത്? അവർക്കെല്ലാം, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്കെല്ലാം ഒരുപാട് സാമ്പത്തിക ലാഭവും അതുപോലുള്ള പ്രശസ്തിയും അതുപോലുള്ള മറ്റ് പല സുഖ സൗകര്യങ്ങളും കിട്ടും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഇതിലേക്ക് വീണ്ടും ഇടിച്ചു കയറുന്നത്. എതിരായിട്ട് നിൽക്കുന്നവനെ വെട്ടിത്തള്ളിയും അതുപോലെ മറ്റു പ്രശ്നങ്ങളിൽ കുരുക്കിയും അവർ മുന്നേറുകയാണ്. ജനങ്ങളെ സേവിക്കുവാൻ വേണ്ടി, ജനസേവനമെന്ന് പറഞ്ഞാൽ സ്വയം കാശെടുത്തുകൊണ്ട് ജനങ്ങളെ സേവിക്കണം. പൊതുജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു കഴിഞ്ഞാൽ അവരെ മുഴുവൻ വിലക്കയറ്റം കൊണ്ടും ഇലക്ട്രിസിറ്റി ബില്ല് കൊണ്ടും നികുതി കൊണ്ടും നിയമങ്ങളെ കൊണ്ടും ഒരുപാട് നിയമക്കുരുക്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് വരിഞ്ഞു മുറുക്കി അവരുടെ എല്ലാം ജീവിതം കഷ്ടപ്പാടാക്കുന്ന ഇത്തരം നേതാക്കന്മാർ എല്ലാവരും ഒരുമിച്ച് ഒരു കെട്ടാണെന്ന് അൻവർ വിളിച്ചു പറഞ്ഞപ്പോ അതാണ് നമ്മൾ ഈ നേരിൽ കാണുന്ന വീഡിയോകൾ. ഇനിയുള്ള കാലത്തെ ഒരിക്കലും പഴയ കാലം പോലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അള്ളിപ്പിടിച്ച് നിന്നുകൊണ്ട് അവിടെയുള്ള നേതാക്കന്മാരും മന്ത്രിമാരും ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്നുകൊണ്ട് അതേ രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ വീണ്ടും വോട്ട് ചെയ്യുന്ന ആ കാലഘട്ടം ഇപ്പോൾ മാറിയിരിക്കുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ, ഏത് നേതാവാണോ ജനങ്ങൾക്കും നാടിനും വേണ്ടി നന്മ ചെയ്യുന്നത്, അഴിമതിയില്ലാതെ ഭരണം കാഴ്ചവെക്കുവാൻ കഴിയുന്നത്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി വോട്ട് നൽകിക്കൊണ്ട് അവരെ ഭരണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു.
പഴയ കാലങ്ങളിലുള്ളതുപോലെ പേടിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും നക്കാപ്പിച്ചതെന്നുകൊണ്ടും പാർട്ടിയിൽ അവിടെ അവരുടെ അടിമകളാക്കി നിർത്തിയിരിക്കുന്ന ഒരു സമൂഹം, വിവരം കെട്ട സമൂഹത്തിന്റെ ആ കാലഘട്ടം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ നമുക്ക് നന്മ ചെയ്യുന്നത്, ആരാണോ പ്രശ്നങ്ങളില്ലാതെ ഭരണം കാഴ്ചവെക്കുവാൻ കഴിയുന്നത്, അവരുടെ പിന്നിൽ അണിനിരക്കുക. സർവ്വസാധാരണമായിട്ടുള്ള അടിയുറച്ച നമ്മുടെ രാഷ്ട്രീയ വിശ്വാസം മാറ്റി നിർത്തിക്കൊണ്ട് ഈ പഴയ കാലത്തുള്ള രാഷ്ട്രീയ അടിമകളെ പോലെ നമ്മൾ പെരുമാറാതെ, ഇന്ന് നമുക്ക് ആരാണോ കാര്യങ്ങൾ ചെയ്തു തരുന്നത്, ആരാണോ നാടിന് നന്മ ചെയ്യുന്നത്, അഴിമതി ഇല്ലാതെ നാട് ഭരിക്കുവാൻ കഴിവുള്ളവരാരാണോ അവരുടെ പിറകിലായിരിക്കണം നമ്മൾ അണിചേരേണ്ടത്. അവർക്കായിരിക്കണം നമ്മൾ വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടത്. അവരുടെ ഭരണം മോശമായാൽ അവരെ എടുത്ത് ദൂരെ കളയുവാനുള്ള ചങ്കുറ്റവും ഓരോ വോട്ടവകാശിക്കും അവകാശമുണ്ടെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം.